അങ്ങോട്ട് ചോറ് കഞ്ഞിക്ക് ഉണ്ട് പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര മഴ വരുന്ന പ്രിയങ്ങളെ. ഇന്ന് ജോലിക്ക് പോയില്ല, പനിയായിരുന്നു, ഫുള്ള് കിടപ്പായിരുന്നു. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റു, ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചു, ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ വന്നായിരുന്നേ. അപ്പം അമ്മ തിരിച്ചു പോയപ്പോൾ മോനുകുട്ടനെ കൂടെ കൊണ്ടുപോയി ട്യൂഷനുണ്ടായിരുന്നു. ഇപ്പം വരും, മോനുകുട്ടന് ട്യൂഷൻ കഴിഞ്ഞു, ഇപ്പം വരും. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നല്ല പനിയായിരുന്നു, ഭയങ്കര ചൂടും ദേഹത്ത് വേദനയും. ഒന്ന് കുളിച്ച് ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ ഒന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രെഡ് 3-4 മോനുകുട്ടൻ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ചായ ഇടുക. ഞാൻ ചായയല്ല, തേയിലവെള്ളം ഇട്ടതേ. അപ്പോൾ വേറൊന്നും ഇരിപ്പില്ലായിരുന്നല്ലോ, രാവിലെ നമ്മൾ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരിത്തിരി ആശ്വാസം തോന്നി. ഒരു തേയിലവെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചു. കാപ്പിയും ചായയൊന്നും കുടിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ തേയിലവെള്ളം ഇട്ടു. മോനുകുട്ടനും അത് തന്നെയാണ് കൊടുത്തത്. പിന്നെ എൻ്റെ ടീ റസ്ക് ഇരിപ്പുണ്ടായിരുന്നു, അത് ഒരെണ്ണം എടുത്ത് കഴിച്ചു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കെകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകുവോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നല്ല മഴയാണ് പ്രിയങ്ങളെ, അതിൻ്റെ കൂടെ പനി കൊണ്ട് വയ്യ. തലവേദനയുണ്ട്, ചുമയുണ്ട്, ആകെപ്പാടെ പഞ്ചറായിപ്പോയി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എടുപ്പൊന്നും നടന്നില്ല. ഒന്നും വീഡിയോ എടുക്കാനില്ലായിരുന്നു, ഞാനൊന്നും വെച്ചില്ല. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ടു. ബ്രെഡ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ, ബ്രെഡ് കഴിച്ചു. എന്നിട്ട് ഞാൻ ഗുളിക എടുത്ത് കഴിച്ചിട്ട് അന്നേരമേ വന്ന് കിടന്നു. പിന്നെ മോനുകുട്ടനാണെങ്കിൽ അവന് ന്യൂഡിൽസ് അവൻ തന്നെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഞാൻ ഒരേ കിടപ്പായിരുന്നു, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട്. അപ്പം അമ്മ പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ വെച്ചിട്ട് അമ്മ വന്നു. പിന്നെ ഞാൻ കഞ്ഞി കുടിച്ചു ഉച്ചയ്ക്ക്. അന്നേരം എന്താ പറയുന്നത്, മീൻകറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ. ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്, മീൻകറിയും. ഞാൻ പിന്നെ വൈകിട്ട് ചോറ് വെച്ചു, കുക്കറിനകത്ത് ചോറ് ഇരിക്കുന്നു. അമ്മ ചോറ് വെച്ച് തരാമെന്ന് പറഞ്ഞു. മോനിക്കുട്ടനെ അമ്മയുടെ കൂടെ അങ്ങോട്ട് വിട്ട് ട്യൂഷന് പോകണമായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ചോറും കൊടുത്ത് വിടാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇച്ചിരി അരിയൊക്കെ ഇടാം എന്ന് വിചാരിച്ച് പിന്നെ വൈകുന്നേരം ഇച്ചിരി വെള്ളം ചൂടാക്കി കുളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശകല വ്യത്യാസം ഉണ്ടായിരുന്നു. അന്നേരം പോയി ചോറ് വെച്ചു. ഇനി വാർത്തിടണം. പിന്നെ അങ്ങോട്ട് മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ പെരുമഴ. മഴ ഇപ്പം അങ്ങോട്ട് തോർന്നതേ ഉള്ളൂ.
ഇവിടെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ആയിരുന്നു. വീഡിയോ എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഒരു വിധം ഒന്ന് എഡിറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കുന്നു. ഇനി അത് സേവ് ആക്കണം. പിന്നെ നാളെ പള്ളിയിൽ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം വയ്യ. മോനുകുട്ടൻ്റെ സൺഡേ സ്കൂളും 11 മണി വരെയൊക്കെ ഉള്ളൂ. ടീച്ചേഴ്സിൻ്റെ ഏതാണ്ട് മീറ്റിംഗ് ഏതാണ്ട്. അതുകൊണ്ട് പിന്നെ സൺഡേ സ്കൂളും അധിക സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോകണ്ട, റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇരിക്കാൻ പറ്റത്തില്ല. നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ടുള്ളത്. അതിനൊക്കെ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. അപ്പോഴത്തേക്കൊന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്നും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ഒരുപാട് വിശാലമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എന്നാലും നോക്കിയിരുന്ന് വീഡിയോ എന്ത് ചെയ്യാനും ചോദിക്കുന്ന കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത്രയും മെനക്കെട്ട് വീഡിയോ എടുത്തത്. ഒട്ടും വയ്യായിരുന്നു പ്രിയങ്ങളെ. പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്, ആവി പിടിക്കണം. അമ്മയുടെ അടുക്ക പോയായിരുന്നു. അമ്മ പനിക്കൂർക്കയും തുളസിയിലയൊക്കെ ഇട്ട് അമ്മ ഒരു ആവി പിടിക്കും. അത് കുറച്ച് സമാധാനമുണ്ട്. പക്ഷേ ഇവിടെ തുളസിയിലൊന്നും നിൽപ്പില്ല. വെറുതെ ഒന്ന് ആവി പിടിച്ചു. പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവ് ഒന്നും ആയില്ല. ചൂടുവെള്ളമൊക്കെ കുടിക്കുവാണ്. കുറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ആകെപ്പാടെ വല്ലാത്തൊരിടങ്ങേറ്. ഇനിയിപ്പോൾ ചോറൊക്കെ ഒന്ന് വാർത്തിടട്ടെ. കൂട്ടാനൊക്കെ ഇരിക്കുന്നതൊക്കെ കൂട്ടി അത്താഴം കഴിച്ച് കിടക്കാൻ പോവാണ്. നേരത്തെ കിടക്കാൻ പോവാ. ഇന്ന് ഷോർട്ട് വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് വയ്യ, വോയിസ് കൊടുക്കാനൊന്നും വയ്യ. മോനുകുട്ടന് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് സൈക്കിൾ ചവിട്ടുമൊക്കെ ആയിരുന്നു. പിന്നെയും പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ടിവിയും കണ്ടിരിപ്പുണ്ട്. വർത്താനം പറയാൻ വയ്യാത്തോണ്ട് കേട്ടോ. മോനുകുട്ടോ, മോനു വാ കഴിക്കാം. What's up guys, welcome back to another gameplay video. तो आज हम लोग खेलने जा रहे हैं काफे नंगे तो वरना कोई मम्मा डालने हैं करे ये मारते हैं तो केरम टाटा ചോറെടുത്തു, കുറച്ച് മതി. പിന്നെ ഇത് കപ്പയാണ്. അമ്മ എനിക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ കൊണ്ടുവന്ന തോരന്, പയർ, പിന്നെ മീൻകറി, തീയലിരിപ്പുണ്ട്, മോരുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട, ഇതൊക്കെ മതി. 2-3 മീൻ വറുത്തോണ്ട് വന്നായിരുന്നു, അത് ഒരെണ്ണം എടുത്തു. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. കഴിക്കട്ടെ. ഒത്തിരി സംസാരിക്കാനുള്ള ഉഷാറില്ലായ്മ കൊണ്ട് ഇന്നിങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.